ഉച്ചയായപ്പോൾ വയറിന് വല്ലാത്തൊരു വിശപ്പ്. അടിപൊളി സ്ഥലത്തുനിന്ന് ഫുഡും കൂടി കഴിക്കാന്നായപ്പോൾ ആഹാ, അടിപൊളി ആംബിയൻസും. പിന്നെ ഉച്ചയ്ക്ക് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഊണാണ്. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് മീനിൻ്റെ ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. നമ്മുടെ ഒരു അടിപ്പൻ വ്യൂ ഉള്ള ഒരു സീറ്റ് കൊടുത്തു. എന്നിട്ട് ഇതാ അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. സോ ആ കാറ്റൊക്കെ ആസ്വദിച്ച് ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടപ്പൻ എത്തി. അതായത് ആഗോലി ഫ്രൈ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷായിരുന്നു. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് നാരങ്ങയൊക്കെ ഞങ്ങൾ പിഴിഞ്ഞു വെച്ചു. പിന്നെ ഇതാ അയില ഫ്രൈ വാങ്ങിച്ചു. ഇതിൻ്റെ മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ ആ ഒരു മുകളിലുള്ള ഒരു ഗ്രേവി പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് നല്ല സ്വീറ്റ് ആൻഡ് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. പിന്നെ വന്നിട്ട് കൊഴുവ ഫ്രൈയും കൂടി അങ്ങനെ നല്ല കുത്തിരി ചോറും, പിന്നെ വന്നിട്ട് സാമ്പാർ ഉണ്ടായിരുന്നു, മീൻചാറ് ഉണ്ടായിരുന്നു, പിന്നെ രസം ഉണ്ടായിരുന്നു. രസം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഫിഷൊക്കെ എടുത്തിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കാൻ പോവാം. ഇത് കൂടാണ്ട് സൈഡ് ഡിഷ് ആയിട്ട് മത്തങ്ങയും പയറിൻ്റെ ഒരു എരിശ്ശേരി, പിന്നെ ചമ്മന്തി, പിന്നെ ക്യാബേജ്, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. എന്തോരം വേണമെങ്കിലും തരൂ കേട്ടോ. പക്ഷെ നമുക്കൊരു കപ്പാസിറ്റി ഇല്ലേ, അത്രക്കധികം കഴിക്കാനായിട്ടുണ്ട്. അങ്ങനെ അച്ഛനും ചേച്ചിയും ഞാനും പിന്നെ മാമനും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് ഫുഡ് കഴിച്ചു. ഞാനാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ആസ്വദിക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങളെയും കൂടി കാണിക്കാനായിട്ട് വീഡിയോ എടുത്തു. ഇതെന്ന് വെച്ചാൽ എന്താണ്, കൊഴുവ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. കഴിച്ച് കഴിഞ്ഞപ്പോൾ വിശപ്പൊക്കെ മാറി. അത് പിന്നെ ഓഫ് കോഴ്സ് മാറുമല്ലോ. അതിനുശേഷം എന്താ, ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ പാത്രങ്ങളാണ് കാണുന്നത്. എന്നിട്ട് അവിടെ 2 മിനിറ്റ് ഇരുന്ന് നടക്കാൻ പറ്റണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ വീട്ടിലോട്ട് പോയി.